ഇന്ന് രാവിലെ തൊട്ട് നമ്മള് ഒരു വാർത്ത അവിടെ ഇവിടെയൊക്കെ തെന്നിയും തെറിച്ചും പ്രത്യേകിച്ച് ഏം, 1, 2 സോഷ്യൽ മീഡിയ കിങ് മേക്കറുകളുടെ ഒക്കെ പേജുകളിൽ നമ്മൾ കണ്ടു. വേറൊന്നുമല്ല, നമ്മുടെ മൊട്ട ഡോക്ടർ അരുൺകുമാർ പോസ്കോ കേസിൽ പ്രതിയായി, അതും ഒന്നാം പ്രതി. കേട്ടപ്പോൾ ഒരു രസമുണ്ടല്ലേ? പക്ഷെ ഒരു വാർത്താ മാധ്യമങ്ങളിൽ നമ്മളിത് കണ്ടില്ല. എന്താന്നല്ലേ? ഈ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസുകാർ ഒതുക്കി തീർക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ മാധ്യമപ്രവർത്തകന് പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരുടെയും വാ തുറക്കുന്നില്ല. എസ്പെഷ്യലി റിപ്പോർട്ടർ ചാനലിൽ 4 രാഷ്ട്രീയം പറയാൻ വേണ്ടി അല്ല സോറി 3 രാഷ്ട്രീയ പക്ഷം പറയാൻ വേണ്ടി ഇരിക്കുന്ന ചർച്ചയുണ്ടല്ലോ, നമ്മളൊക്കെ കാണാറുണ്ട്, ഒരു കോമഡി. ആ ചർച്ചയിൽ പോലും ഇത് പറയുന്നില്ല എന്നുള്ളതാണ്. ഇത് കാരണം എന്താണ്? പ്രതി ഒരു മാധ്യമപ്രവർത്തകനാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്തു പരാതി ആര് കൊടുത്തു കഴിഞ്ഞാലും അപ്പം തന്നെ ചാടി കേസെടുക്കുന്ന നമ്മുടെ കേരള പോലീസിന്റെ ദുർവിധി എന്നല്ലാതെ എന്തു പറയാൻ. അത് വ്യാജ പരാതിയാണെന്നിരിക്കെ, അതായത് നിറയെ ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് ചോദ്യത്തിന്റെ പേരിലാണ് ഇപ്പോൾ, അതും ആ കുട്ടിയല്ലെന്നാണ് അറിവ്, പോസ്കോ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നു. അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അഖിൽ മാരാർ, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ വിഷയങ്ങളിലും പണ്ഡിതനായ അഭിപ്രായം പറയുന്ന, എസ്പെഷ്യലി നമ്മുടെ ബോച്ചേനെ 4-5 ദിവസം കൊന്നു തിന്ന അഖിൽമാരാണ് അതിൽ ഒരു വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു റിവ്യൂ പോയിരിക്കുന്നത്, മീൻസ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞ ഒരു പ്രധാന കാര്യം, വ്യാജ കേസിൽ അറസ്റ്റിലായ അല്ലെങ്കിൽ പ്രതിയായ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബോച്ച എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യൻ, അയാൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടാവാം, അബദ്ധങ്ങൾ സംഭവിക്കാം, ഒക്കെ മനുഷ്യ സഹജമാണ്. അങ്ങനെ പൊതുവേദിയിൽ അയാൾ പറയുന്ന ഒരു തമാശ, അത് നമ്മൾ കേൾക്കുന്നത് നമ്മളെപ്പോഴും വളച്ചൊടിക്കാറുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനലുകൾ വളച്ചൊടിക്കാറുണ്ട്. അതുപോലെ വളച്ചൊടിച്ച് ട്രോളുകളും നിരന്തരം ചില മാമ പേജുകളും പരസ്യപ്പെടുത്തിയതിൻ്റെ ഫലമായി സിനിമാ നടി ഹണി റോസ് പരാതിപ്പെടുകയും അവർക്ക് നാണക്കേടുണ്ടായതിനെ തുടർന്ന് 5 ദിവസം ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം ആ കേസിൻ്റെ വ്യാപ്തി എത്രത്തോളം. പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം അറസ്റ്റിലാക്കപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹാഷ്മി, അഭിലാഷ്, ഹാഷ്മി, പിന്നെ ആരാണ് നമ്മുടെ അരുൺകുമാർ ഒക്കെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയെ 4-5 ദിവസം കൊന്ന് കൊല വിളിച്ചു. അതിൽ യാഥാർത്ഥ്യമുണ്ടോ, ആ കേസ് എന്താണ്, അല്ലെങ്കിൽ പാടുണ്ടോ, അതല്ലെങ്കിൽ ഇത്ര കാലം അയാൾ ചെയ്ത നന്മകളെയൊക്കെ മറന്നുകൊണ്ട് ചോര കുടിച്ചതിൻ്റെ ഫലമായിട്ട് അരുൺകുമാർ പോസ്കോ കേസിൽ ഒന്നാം പ്രതിയായി പ്രതി ചേർക്കപ്പെട്ടു. ഇത്രയേ ഉള്ളൂ. അപ്പം നിഖിൽ പൈലിയും രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും ഹാഷ്മിയും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധമാണ്. നമുക്കറിയാം അപ്പം ഇവരുടെ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് അഖിൽമാരാർ ചേട്ടാ, പണ്ഡിത, അങ്ങും ഒരുപാട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി, നിങ്ങളുടെ പേരിലും വരും കേസ്. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ വ്യക്തിഹത്യ ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കാതെ നല്ല നല്ല കാര്യങ്ങളിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. മാധ്യമ പണി നിർത്തിയിട്ട് യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്താണോ മാധ്യമങ്ങളിൽ നിന്നും, വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന, ജനങ്ങൾ അറിയേണ്ട വാർത്തകളെ സത്യസന്ധമായി പത്രപ്രവർത്തനമാണെങ്കിലും ചാനൽ പ്രവർത്തനമാണെങ്കിലും നടത്താൻ വേണ്ടി മാധ്യമപ്രവർത്തകരും ശ്രദ്ധിക്കുക. ഇതൊക്കെ ഓരോ മുന്നറിയിപ്പുകളാണ്. വിനു വി ജോൺ മുമ്പ് ഒരു തവണ ഇത്തരം ഒരു കേസിൽപ്പെട്ട് ഒരു അന്തിച്ചർച്ചയുണ്ടായില്ല. ഇപ്പം അരുൺകുമാർ പെട്ടിരിക്കുന്നു, ഒരു അന്തിച്ചർച്ചയില്ല. പക്ഷെ ഓരോ സാധാരണക്കാരനോ അല്ലെങ്കിൽ ഇപ്പം ബോബി ചെമ്മണ്ണൂരിനെ കൊന്നു തിന്നത് പോലെയൊക്കെ തിന്നാൻ ഇവർക്ക് എന്തൊരു മിടുക്കാണ്. അപ്പം അതുകൊണ്ട് മാധ്യമങ്ങൾ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുക. അതെന്തെന്നറിയില്ലെങ്കിൽ ഒരു 2000 മുമ്പോ 2010 മുമ്പ് വരെയുള്ള നല്ല മാധ്യമ പ്രവർത്തകരെ, അവതാരകരെ കണ്ടുപിടിക്കുക. ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളെ കുറിച്ച് അറിയുക. അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് തിരിച്ചറിയുക, അറിയാൻ ശ്രമിക്കുക. നല്ല മാധ്യമ പ്രവർത്തകരായി ജനങ്ങൾക്ക് ഗുണമുള്ള വാർത്തകൾ ചെയ്ത് ചെയ്യും. ദൂരം ജനവിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒന്നും അന്തിച്ചർച്ചയാവുന്നില്ല അല്ലേ? അഖിൽമാരാരോട് കൂടി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോ 20 വീഡിയോ എടുത്താൽ 20 വീഡിയോയിലും വ്യക്തിഹത്യകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫോളോവേഴ്സ് ഒരുപാടുണ്ട്.
അഖിൽ മാരാർ പറയുന്ന പല വീഡിയോകളും എന്നോട് ഒരുപാട് പേര് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പറഞ്ഞു. ആരുടെ അമ്മൂമ്മയാ അഭിപ്രായം പറയാൻ പറയുന്നേ? അല്ലെങ്കിൽ ഇദ്ദേഹം ബിബി എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം ഇയാളെ അറിയില്ല. പക്ഷെ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പൊക്രാൻ അണുസ്ഫോടനം നടത്തി ഇദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ബുദ്ധിയാണെന്നാണ് കരുതുന്നത്. പക്ഷെ എന്താണെങ്കിലും എൻ്റെ പ്രിയ സഹോദരാ, ബിഗ് ബിയിൽ ഫൈനലിസ്റ്റായി താങ്കൾ വരുമ്പോൾ വിജയിക്കാൻ വേണ്ടി ലൈവ് വീഡിയോ ചെയ്ത ഒരു ഹതഭാഗ്യൻ കൂടിയാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ ഒരു മികച്ച കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്മാർട്ടാണെന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്തത്. ആ വിശ്വാസമാണ് അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കുകളും അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാൻ ഉപയോഗിക്കരുത്. താങ്കളുടെ ജീവിതവും നാളെ എന്താകുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് വ്യക്തിഹത്യകൾക്കപ്പുറത്തേക്ക് നല്ലത് കാണാനും നല്ലത് പറയാനും ശ്രമിക്കുക. അതാരെക്കുറിച്ചാണെങ്കിലും. താങ്ക് യു. മാധ്യമങ്ങളോടും ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന മഹാന്മാരോടും പ്രത്യേകം താങ്ക് യു.